So what is your opinion about Kerala's nurse wages and their recent strikes? കേരളത്തിലെ നഴ്സുമാരുടെ വേജ് വളരെ കുറവാണ് എന്നുള്ള അഭിപ്രായം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ അതിൻ്റെ ഇതും പറഞ്ഞിട്ടുണ്ട്. സപ്ലൈ ഡിമാൻഡ് ഇത് തന്നെയാണ് ഒരു പ്രധാന കാര്യം. ഇതേ നഴ്സുമാർ എന്തുകൊണ്ട് ബ്രിട്ടനിലേക്കും കുവൈറ്റിലേക്കും കാനഡയിലും ഒക്കെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവിടെ അവർക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടും സിമ്പിളാണത്. പക്ഷെ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യം നഴ്സുമാരുടെ വേതനം കൂട്ടണം. അത് ഗവൺമെൻറ് സെക്ടറിൽ കൂട്ടാം, വല്ലവരുടെയും പൈസയാണ്. അതിപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ആൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും കൂട്ടുന്നു, മോഡൽ എംപ്ലോയർ ആണ് എന്ന് പറയുന്നു. മോഡൽ എംപ്ലോയർ ആവാൻ പറ്റും നമ്മൾ വെൻ വി ആർ ഡീലിംഗ് വിത്ത് അതേഴ്സ് മണി. പക്ഷെ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ആൾക്ക് അയാൾക്ക് ഒന്നോ രണ്ടോ പേര് കൊള്ളയായിരിക്കാം, അല്ലെങ്കിൽ കുറേ പേര് കൊള്ളയായിരിക്കാം. എന്നാലും എല്ലാവർക്കും പൊതുവിൽ നോക്കുമ്പോൾ അവിടെ ഒരു യാഡ് സ്റ്റിക്കുകളും കാര്യങ്ങളും വരും. അപ്പോൾ അവരുടെ ശമ്പളം കൂടി വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആശുപത്രി ചെലവും ബില്ലും വർദ്ധിക്കും. അത് നമുക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവർ വേറെ ഡൽഹിയിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ പോകണം, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ ഇന്ത്യ വിടണം, ഓസ്ട്രേലിയ പോകണം, അയർലൻഡിൽ പോകണം. ഇതൊരു സത്യമല്ലേ, ഇതൊരു ഫാക്റ്റ് അല്ലേ? കേരളത്തിലെ നഴ്സുമാരുടെ ശമ്പളം കുറവാണ്, വളരെ കുറവാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ഞാനത് എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. അല്ലാതെ കേരളത്തിലെ ആശുപത്രി മുതലാളിമാർ അല്ലെങ്കിൽ ആശുപത്രി നടത്തുന്ന മാനേജ്മെൻറ്റുകളെല്ലാം വെറും കണ്ണിൽ ചോരയില്ലാത്ത ഹീന ജന്തുക്കളാണ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കേരളത്തിലുള്ള എല്ലാ മേഖലയിലും മോശവും നല്ലവും ക്രൂരരും അലിവുള്ളവരും എല്ലാം ഉണ്ടാവും. ഒരു മേഖലയും അങ്ങനെ ഒരു മൊത്തത്തിൽ ആ രംഗത്തുള്ളവരെല്ലാം അടച്ചാക്ഷേപിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു കേസ് നഴ്സുമാരുടെ അത് വളരെ ദയനീയമാണ്. അതായത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിന് മുന്നാണ് തോന്നുന്നു ഒരു ചെറിയ ഇത് വന്നിരുന്നു. അപ്പോഴും ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ശമ്പളം ഒരു ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. അവർ രണ്ടും ഒരേ കോഴ്സ് പഠിച്ചു, എല്ലാം ചെയ്തു. പറയും അതാണ് പൊതുമേഖലയുടെ ഗുണം. പൊതുമേഖലയുടെ ഗുണം വെച്ചാൽ പൊതുമേഖലയ്ക്ക് ലാഭം ഉണ്ടാക്കേണ്ട കാര്യമില്ല, സ്വയം സസ്റ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വല്ലവൻ്റെ പൈസ, അതായത് നികുതിദായകൻ്റെ പണം എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് ആ ബിസിനസ് ഹെൽത്തി അല്ല, സെൽഫ് സസ്റ്റെയിനിങ് അല്ല. മറ്റൊരാളുടെ പണം എടുത്ത് നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവരും എല്ലാവരും ചെയ്യുമല്ലോ. ഗവൺമെൻറ് ചെയ്യുന്ന വെച്ചുകൊണ്ട് ഒരു എക്കണോമിക്സിൻ്റെ ബേസിക് നമുക്ക് സംസാരിക്കാനേ പറ്റും. ബിക്കോസ് ദേ ആർ ഹാൻഡ്ലിങ് സമൺ എൽസസ് മണി, അതാരായാലും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ദേ ആർ നോട്ട് സപ്പോസ് ടു മേക്ക് പ്രോഫിറ്റ്, ദേ ആർ സപ്പോസ് ടു മേക്ക് എനി കൈൻഡ് ഓഫ് അഡ്വാൻസ്മെൻറ്റ്. പക്ഷെ ഇതൊരു ഫാക്റ്റാണ്, ഇഷ്യൂ ആണ്. പക്ഷേ ഇതാണ് എൻ്റെ ബേസ്. ഓക്കെ.